നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. ഈ സായി കൃഷ്ണയ്ക്ക് നമ്മുടെ സുനിത ദേവദാസ് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. കാരണം സായി കൃഷ്ണയുടെ ഉറ്റ സുഹൃത്തിൻ്റെ ഭാര്യയും കാമുകനും കൂടി ഒളിച്ചു കൊടുത്തത് ഈ സുനിത ദേവദാസും അതുപോലെ തന്നെ ഹക്കീം അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ ഒരു ചാനല്, ഇവർ 2 യൂട്യൂബറാണ്. ഈ 2 ബ്ലോഗർമാരും വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ സീക്രട്ടൻ്റ് അണ്ണനെ അങ്ങോട്ട് സഹിക്കുന്നില്ല. ഈ സുനിത ദേവദാസിനെ നല്ല രീതിയിൽ ഈ അണ്ണൻ തെറി പറയാണ് നമ്മുടെ സായി കൃഷ്ണ. അങ്ങനെ സുനിത ദേവദാസ് തിരിച്ചും ഇങ്ങോട്ട് ഒരു തെറി അയച്ചിട്ടുണ്ട്. 8ൻ്റെ പണി തന്നെ കൊടുത്തു എന്ന് പറയാം. മനസ്സിലായില്ലേ? അത് ആരുടെയെങ്കിലും വീഡിയോ ആരെങ്കിലും ഒളിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാ ബ്ലോഗർമാരും അവർക്ക് സംസാര സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ബ്ലോഗർമാരും ഈ വീഡിയോ തന്നെ, ഈ ഒളിച്ചോട്ട വീഡിയോ പലരും വീഡിയോ ചെയ്തതാണ്. പിന്നെ ഈ സുനിത ദേവദാസ് വീഡിയോ ചെയ്തതിനെ പറ്റിയിട്ട് എന്താണ് ഇത്ര ഒരു ബുദ്ധിമുട്ടെന്താ? സുനിതേനെ ദേവദാസി എന്ന് പറഞ്ഞാൽ പരമവേശിയാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ രാവിലെ രാമോലി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്, അയാളുടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് കിട്ടിയാണ് എനിക്ക് ഈ ഇത്. അതായത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സീക്രട്ട് ഏജന്റ് എയറിലാണോ? അത് ഞാൻ എയറിലാണ്, ഞാൻ ഇന്നും എയറിലാണ്. ഞാൻ ഇപ്പോൾ താഴെ പറഞ്ഞാൽ അതോട് എനിക്കൊരു പേരിയല്ല. ഓക്കെ, പിന്നെ എന്നെ ഡിറ്റർജന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചില മഹാന്മാരും മഹതികളൊക്കെ ഇപ്പോൾ ഇവിടെ വെളുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ കുറേ കണ്ടത്, ഇതിന് മുമ്പ് ഞാൻ കുറേ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചില ടീമുണ്ട്, അവർക്ക് ഭയങ്കരമായ വിഷയമാണ് എന്നോട്. ഒന്ന്, ഞാൻ പേഴ്സണലി എന്തെങ്കിലും ഒരു കണ്ടന്റ് അവരുടെ അടുത്ത് ചെയ്യുമ്പോൾ അവർ റിവെഞ്ച് മോഡ് ഓണാക്കി വെക്കും. ഞാൻ ചെയ്ത വീഡിയോക്ക് റിപ്ലൈ വരില്ല. എന്നിട്ട് എവിടെയെങ്കിലും ഒരു വഴിക്ക് എനിക്കിട്ട് പണിയാൻ പറ്റുമോ നോക്കി നടന്നിട്ട് ഞാൻ എയർ പോകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ചാടിത്തുള്ളി വരും ചില ദേവദാസിമാരും ചില പ്ലക്കികളും. അപ്പോൾ അവർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കണ്ടേ? നമുക്കല്ല, എനിക്കൊരു റിപ്ലൈ കൊടുക്കണ്ടേ? കൊടുക്കാം, ഞാൻ ഒറ്റയ്ക്ക് മതി. അപ്പോൾ അഖിൽ എന്നാർഡി വിഷയം, ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ പെർസ്പെക്റ്റീവ് വളരെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. പിന്നെ കാണുന്ന വ്യൂവർക്ക് ഏത് രീതിയിൽ എടുത്ത് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാത്തൊരു മുതലൊന്നുമല്ലല്ലോ. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്നെ ചീത്ത പറയാം, എന്തു ആവാം. പക്ഷേ ടാർഗറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ട്. ദേവദാസിമാരും പ്ലക്കികളും ഒക്കെ വന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു ടാർഗറ്റിംഗ് എന്താണെന്നുള്ളത് എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഞാനൊന്ന് പറഞ്ഞു തരണേ. ഓക്കെ, അതിനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സുനിത ദേവദാസിയുടെ വീഡിയോ പിന്നെ അഷ്കർ പ്ലക്കിയുടെ വീഡിയോ, ഈ രണ്ട് വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത്, കൂട്ടം കൂടി അടിക്കാനും നമ്മൾ എയർ പോകുമ്പോൾ അല്ലെങ്കിൽ എയറിൽ ഒന്ന് കൂടുതലായി കയറുമ്പോൾ, ഇറങ്ങാറില്ല, കൂടുതലായി പോകുമ്പോൾ റിവെഞ്ച് മോഡ് ഓണാക്കി വരുന്ന രാക്ഷസികളും ഒക്കെ കുറെ ഉണ്ട് ചുറ്റും. എന്റെ സീക്രട്ട് ഏജന്റ് റിവെഞ്ച് മൂഡ് ഓണാക്കി വെച്ചിട്ട്, അതായത് പക വെച്ചിട്ട് വീഡിയോ ചെയ്തത് ഇപ്പോഴല്ല. കണ്ടല്ലോ, അതാണ് ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു പരിപാടി. അതുപോലെ തന്നെ ഇവനെ വിശ്വസിച്ചിട്ട് ഇവനെ പല ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടും. അപ്പോൾ ഈ ചങ്ങാത്തം കൂടിക്കഴിഞ്ഞ് ആളുകളുമായിട്ട് നല്ല കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ വിശ്വസിച്ച ആളുകൾ പല ബ്ലോഗർമാരായാലും അല്ല പൊതുജനങ്ങളായാലും എന്തെങ്കിലും ഒരു സീക്രട്ടാക്കിയിട്ട്, അതായത് രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. ഇവനെ പറ്റിയിട്ട് വിശ്വസിച്ച് അത് ഇവനെ വിശ്വസിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ ഈ വീഡിയോ എടുത്തിട്ട് കണ്ടന്റ് ചെയ്യും. കാരണം ഇവനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള ഒരു പരിപാടിയാണ് ഇവൻ ചെയ്യുന്നത്. കാരണം എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവനെ സുനിത ദേവദാസ് ഊക്കി വിട്ടത്. അതുപോലെ തന്നെ ഈ പൊതുജനത്തിൻ്റെ കമൻറ്റ് ഫുള്ള് മുഴുവൻ ഇവനെ തെറി പറഞ്ഞുകൊണ്ടുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം ഇവനിത് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? കാരണം ഈ സായി കൃഷ്ണയ്ക്കൊരു വിചാരമുണ്ട്, ഇവൻ വലിയൊരു മറ്റെടുത്ത വലിയ ബ്ലോഗറാന്നുള്ളതാണ്. പിന്നുള്ളവരാരും ബ്ലോഗർമാരല്ല. അടുത്ത വീഡിയോ കൂടി കാണാം. തന്നെ തെളിയിക്കുന്ന ഒരു കാര്യമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഇവൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തെമ്മാടിത്തരം വിളിച്ച് പറയുന്ന ദേവദാസിയോടും പ്ലക്കിയോടും എനിക്ക് 10 പറയാനുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ സുനിത ദേവദാസിനെ, ഈ കമ്മി ക്യാപ്സ്യൂളിനെ ഞാൻ ഒരു വട്ടം എക്സ്പോസ് ചെയ്ത് വിളിച്ചു വിട്ടതാണ്. ഇവളെ കണ്ടന്റ് മേക്കിംഗ് അല്ല, ഇവളുടെ കമ്മി ക്യാപ്സ്യൂളിനെ. ഇവൾ ഇന്നത്തെ തമ്മിൽ സീക്രട്ട് ഏജന്റ് എക്സ്പോസ്ഡ്. എടി ദേവദാസി, നീ എന്നെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ മിനിമം നീ എന്റെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് അങ്ങനെയാണ് ഒരാളെ എക്സ്പോസ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ ചെയ്ത കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ആ കണ്ടന്റിലൂടെയാണോ നീ എക്സ്പോസ് ചെയ്തു എന്ന് പറയുന്നത്? ആണോടി? നിന്റെ മാനിപ്പുലേഷൻ ആണ് ഞാൻ എക്സ്പോസ് ചെയ്തത്. മാധവ് സുരേഷിനെ അടക്കം ഒരു സാധനം എടുത്ത് വെച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള നിന്റെ കമ്മിത്തരം. ഇവൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞാൽ എന്താ അറിയോ?
ഞാൻ ആളുകളെ വിളിച്ച് സംസാരിക്കും. എന്തേ സുനിതയെ ഞാനും ഈ തമ്മിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ലേ? മുതുകാട് വിഷയത്തിൽ ഞാനും ഈ സംസാരിക്കുമ്പോൾ ഇതേ കമ്മികളുടെ ആദരണീയ നേതാവായ സ്ത്രീയെക്കുറിച്ചും മകനെക്കുറിച്ചൊക്കെ ഈനോട് പറഞ്ഞിട്ടില്ലേ? എടി വേടല്ലേ, എടി മോളെ, നീ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പാന്നുള്ളത് നിന്നോട് സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാ. കാലങ്ങൾക്ക് മുന്നേ നീ നാട്ടിലുള്ളപ്പോൾ, നീ ആ പണി എടുത്തിരുന്ന ടൈമിൽ, കുത്തിത്തിരിപ്പ് പണി എടുത്തിരുന്ന ടൈമിൽ, അപ്പൊ മോളെ ആ ടൈം മുതലുള്ള നീ എന്താന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിന്നോട് ഞാനൊന്ന് സംസാരിച്ചു. ഓക്കെ, പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇനീഷ്യലി കുറച്ച് നേരത്തെ സംസാരത്തിൽ ചിലർ ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് പോയി. എടാ മരപ്പൊട്ട സീക്രട്ട് ഏജന്റ്, ആര് വിശ്വസിച്ചു എന്നാണ് നീ പറയുന്നത്? അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് മറ്റുള്ളവരെ പറ്റി വീഡിയോ ചെയ്യാം, അതിന് കുഴപ്പമില്ല, അത് ഇവന് കണ്ടന്റാണ്. പക്ഷെ ഇവനെ പറ്റി ആരെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവനത് ഭയങ്കര കൊള്ളലാണ്. അപ്പോൾ ഈ സുനിത ദേവദാസ് ഇവനെ പറ്റി നല്ല വിമർശിച്ചിട്ടുണ്ട്. അത് ഇവൻ നല്ല കൊണ്ടിട്ടുണ്ടെന്നാണ് ഇപ്പം ആളുകൾ പറയുന്നത്, പ്രേക്ഷകരായിട്ട് ഉള്ള ജനങ്ങൾ പറയുന്നത്. ഈ കൊള്ളാനും കൊള്ളിക്കാനുള്ള പരിപാടി ഇവൻ തന്നെ ആദ്യം അണക്കിയതല്ലേ. അതുപോലെ തന്നെ ഈ സുനിത ദേവദാസും ഈ സീക്രട്ട് ഏജൻറ്റിനും കുറച്ചു കാലം മുമ്പ് വളരെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. പിന്നെന്താ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തെറ്റിയതാണെന്ന് പറയുന്നു. അപ്പോൾ ആ ദേഷ്യത്തിലാണ് ഇപ്പോൾ സുനിത ദേവദാസ് ഈ ഒളിച്ചോടിയ ഭാര്യയുടെയും കാമുകൻ്റെയും വീഡിയോ കണ്ടന്റ് ചെയ്തപ്പോൾ ഈ പുള്ളിക്ക് അങ്ങോട്ട് നല്ലോണം കൊണ്ടു നമ്മുടെ സീക്രട്ട് ഏജൻറ്റിന്. എന്തായാലും കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താൽ പോലെ ഇവനെ ശരിക്കും അടിയാണ് കൊടുക്കേണ്ടിയാണ്. ഇവനെല്ലാവരെയും വൃത്തികൾ പറയും, ഇവന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവനെ പറ്റി ഇപ്പോൾ ഇവനെ പൊക്കി പിടിച്ചിപ്പോൾ നമ്മുടെ ഷഫീന ബീവി ഇറങ്ങിയിട്ടുണ്ട്, സുനിത ദേവദാസും ഉണ്ട്, പിന്നെ ഈ സായി കൃഷ്ണനുണ്ട്. ആർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്? ആരാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത്? അപ്പം എന്നിട്ട് ഷഫീന ബീവി രണ്ടാളുടെയും സംസാരം കേട്ടിട്ട് ലാസ്റ്റ് സായി കൃഷ്ണയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അതായത് സുനിത ദേവദാസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സുനിതനെ പുച്ഛിക്കുന്നു. സുനിതയാണ് ഫസ്റ്റിലെ ആദ്യമായിട്ട് ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ്. എന്തായാലും കൊള്ളാം. കാരണം ഇവനെ ഇങ്ങനെ ഊക്കണം, ഇവനെ ഒരു ഊക്കാനായിട്ട് ഞാനും കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ അത് മോളിരിക്കുന്ന ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമോലി എന്ന് പറയുന്ന യൂട്യൂബറുടെ ഈ ചാനലിൽ കൂടി ഞാനിപ്പോൾ അത് കണ്ടു. അതുപോലെ വേറെ ഏതോ ഒരു യൂട്യൂബർ പിന്നെ ഇവനെ പറ്റി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്തായാലും കൊള്ളാം. ശരി എന്നാൽ ബൈ, ഗുഡ് ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.